നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട് ആരാണെന്നല്ലേ? ഷൈൻ ടോംസൺ. അപ്പൊ ആൾക്ക് ഒരു കോഫി ഉണ്ടാക്കാം. കോഫിനോട് ആൾക്ക് ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റപ്പ് ചെയ്യാം അല്ലേ? ഓരോ കാലത്തും ഓരോ സമയത്തും ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു ഇപ്പൊ 3-4 നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ചാടി ഓടി എന്ന് പറയുമ്പോൾ അതും എന്റർടൈനിങ്. രാവിലെ മുതൽ ആൾക്കാർക്ക് സംസാരിക്കാനും ചിരിക്കാനും ചിന്തിക്കാനും. അതും കൂടി ചോദിക്കാനായിരുന്നു അന്ന് ഓടി കോക്പിറ്റ് കയറി അതിനും കൂടി ചോദിക്കാനായിരുന്നു. പിന്നെ കയറി വയ്ക്കുന്ന അവര് ബോഡി വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കപ്പ് കാപ്പി കിട്ടും. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും ബാലയ്യ സാർ. പുള്ളി ഷോട്ട് കഴിഞ്ഞാലും അവിടെ ഒരു ഷെയറിലിട്ട് ഒരു സ്പീക്കറും ഉണ്ടാവും. പുള്ളിയുടെ അച്ഛൻ്റെ കാലത്തെ പടങ്ങൾ അതിങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചിരും. ഇന്ത്യ സീനോ ഇന്ത്യ. നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ ഓവർ ഹിയർ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ഈസി. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിലേറ്റവും അതിശയം എൻ്റെ ഡാഡിയും വരെ വന്നിട്ടുണ്ട്. ഡാഡിക്കാണെങ്കിൽ തെലുങ്ക് അറിയില്ല, ബാലയ്ക്ക് മലയാളം അറിയില്ല. ഇവർ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കും. പല ലൊക്കേഷനും ഡാഡി വരുമ്പോൾ എന്നിട്ട് ഡാഡിയും വരണം. 43 വയസ്സായില്ല എനിക്ക്. ഇപ്പോഴും ഡാഡിയും മമ്മിയൊക്കെ ലൊക്കേഷനിൽ സ്കൂളിൽ കൊണ്ടാക്കണ പോലെ കൊണ്ടുപോയിരുത്തി ഇങ്ങനെ കാത്തിരിക്കുക. ഡാഡി ഇല്ലാത്തൊരു ക്രിസ്മസ് വരിക അല്ലേ? അങ്ങനല്ല, ഡാഡി ഇല്ലാത്ത ഓരോ ദിവസവും എല്ലായിടത്തും ഡാഡിനെ മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം മമ്മിക്കാണ് ഡാഡീനെ. അത് കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി അപ്പം വിളിക്കും, എടാ ഇവിടെ എത്തി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കുറച്ച് ഷുഗർ അതിനകത്ത് ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കൂടുതലായിട്ട്. പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യിച്ചു. അതാണ് എല്ലാം ഇത്തിരി കൂടുതൽ, പ്രത്യേകിച്ച് സ്നേഹം പോലും. ഈ ഷൈൻ എവിടെ പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതാ ക്രീം ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കും. ചെറുതായി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റിലേക്ക്. ആണല്ലേ? അല്ല, ആ ക്രീം ബിസ്ക്കറ്റ് ടിയാൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ലൊക്കേഷൻ ഹൈദരാബാദ് രാമോജിയിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഷൂട്ട് തുടങ്ങി. പൃഥ്വിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മുരളിച്ചേട്ടൻ്റെയും ഒക്കെ. ഞാൻ എൻ്റെ ഇടയിൽ വന്നിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ ലൊക്കേഷനിൽ വന്നിട്ട് ഒരു ദിവസം പകൽ ഇങ്ങനെ ബിസ്ക്കറ്റ് വന്ന സമയത്ത് ക്രീം ബിസ്ക്കറ്റ് ഇല്ലേ പൃഥ്വി, ക്രീം ബിസ്ക്കറ്റ് ലൊക്കേഷനിൽ ചോദിക്കുന്ന ഒരു വ്യക്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, സത്യമാണ്. കാരണം നമ്മൾ ലൊക്കേഷനിൽ സിനിമയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടേക്കുന്നതാണല്ലോ, മറ്റേ ആക്ടേഴ്സ് ജ്യൂസ് ചോദിച്ചു, കട്ട് ഫ്രൂട്ട്സ് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിസ്ക്കറ്റ് ഷൈൻ്റെ കൂടെ കൂടുമ്പോഴാണ്. ചെറുപ്പത്തിൽ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. കാരണം മറ്റു ബിസ്ക്കറ്റൊക്കെ ഒറ്റയ്ക്കല്ല വരിക, ഇത് ക്രീമായിട്ട് 2 ബിസ്ക്കറ്റ് ഒട്ടിച്ചിട്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ഒരു കൗതുകത്തോട് കൂടിയിട്ടാണ് ക്രീം ബിസ്ക്കറ്റിന് നോക്കിയിരുന്നത്. ഈ ചെറുപ്പത്തിലുള്ള എല്ലാ കൗതുകവും ഇങ്ങനെ തന്നെ മാക്സിമം കൊണ്ടുനടക്കാറുണ്ടോ? എല്ലാതും ഇല്ല. ഈ ക്രീം ബിസ്ക്കറ്റ് ഒരു പ്രത്യേക താല്പര്യം. അത് ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റ്, പിന്നെ അതിനുശേഷം ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ്, ഒരു ബോബോൺ വന്നില്ലേ പഞ്ചസാര മുകളിലിട്ട്, പിന്നെ അതായിരുന്നു കൗതുകം. പിന്നെ ഇതിന്റെ പച്ച ഇറങ്ങി, വെള്ളം ഇറങ്ങി അല്ലേ, പിന്നെ ഓറിയോ ഇറങ്ങി. അതൊന്നും നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്നാലും നമ്മൾ പിന്നെ ഒരു ഡാർക്ക് ഫാന്റസി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഞാൻ എപ്പോഴും കയ്യിൽ കണ്ടിട്ടുണ്ട് ഉണ്ട്. എന്നാലും ഈ ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റിനോട് ഇഷ്ടം. ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടത്, ഞാൻ നിത്യനായിട്ടൊരു പടം ചെയ്തു. 6ാം തിരുകൽപ്പന എന്നുണ്ട്, അജയ് ദേവ്ലോക ഡയറക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നിത്യയുടെ കേരളത്തിലേക്ക് ഒരു ദിവസം ചെന്നപ്പോൾ നമ്മൾ ക്രീം ബിസ്ക്കറ്റ് എങ്ങനെയാ കഴിക്കുക? 2 സൈഡും 2 ബിസ്ക്കറ്റും വിടർത്തി അതിന്റെ ക്രീം നക്കിയിട്ട് 2 ബിസ്ക്കറ്റ് കഴിക്കും. ഞാൻ നോക്കുമ്പോ ഒരു ബൗൾ നിറച്ച് ഈ ബിസ്ക്കറ്റ് മാത്രം, ക്രീം ഇല്ലാതെ. നിത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം മാത്രം എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രമേ ബൗളിൽ വെച്ചിരിക്കുക. ക്രീം മാത്രമേ കഴിക്കണം നിത്യ. ദൈവമേ, അതും ഇപ്പോഴും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചില ശീലങ്ങളെ നമുക്കുള്ള ശീലമായിരിക്കും, അറിയാതെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും കൂടി ആ ശീലം ആക്കിയെടുക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലുതായാലും ആ കുട്ടി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ കുട്ടിയാണ് നമ്മളെ പെർഫോം ചെയ്യാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകം. തീർച്ചയായിട്ടും ആ കുട്ടി ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഈ ഓടി നടക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ടായിരിക്കാം അല്ലേ? പിന്നെ നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ഒരു സീനാണെങ്കിലും ഒരു സീക്വൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടണം, ചാടണം, കരയണം, ചിരിക്കണം, ദേഷ്യപ്പെടണം അല്ലേ, റൊമാൻസ് ചെയ്യണം, എല്ലാം ചെയ്യണം. കട്ടെന്ന് പറയുമ്പോൾ നൃത്തം വേണം. ഇതെങ്ങനെ സംഭവിക്കും? ഇതിന് നമ്മൾ അപ്പോൾ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ
ഈ ചലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമല്ലല്ലോ, നോക്കിക്കൽ ആൾക്കാര് അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഓട്ടവും ചാട്ടവും പരിപാടികളൊക്കെ ആയിട്ട്. അത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ടാക്കുന്ന ഓരോ രീതികളുണ്ട്. അതെ അതെ. ചില ആളുകൾ ഇങ്ങനെയായിരിക്കാം അവരുടെ കംഫർട്ട് സോൺ ഉണ്ടാക്കുന്നത്. പക്ഷെ പലപ്പോഴും ഷൈൻ്റെ ഒരു ഓട്ടമോ അല്ലെങ്കിൽ ഷൈൻ്റെ ഒരു ചില ചൈൽഡിഷ് രീതികളൊക്കെ പലപ്പോഴും എന്താ സംശയത്തിലേക്ക് എത്തിക്കും നമ്മളങ്ങനെ. അത് എന്നെ സംബന്ധിച്ച് അത് യാതൊരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ പ്രൊഫഷനെ എനിക്കും അത് വളരെയധികം ഗുണം ചെയ്യുന്നേ ഉള്ളൂ. അതെ അതെ അതെ. എന്നെ സംബന്ധിച്ച് കറ നല്ലതാണ്. അതെ അതെ. ഈ എത്ര ബഹളം വെച്ച് നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ ഷൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനങ്ങൾ അത് സ്വന്തം കാര്യം മാത്രമല്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഒരു ശ്രദ്ധയില്ലാതെ ഓടി നടക്കുന്ന കുട്ടികളായിരിക്കും എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഇപ്പം നമ്മൾ കഥ പറയുമ്പോൾ മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ പോയ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഥ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ലാപ്ടോപ്പ് നിർത്തി വെച്ചിട്ട് ഇയാൾ പറഞ്ഞു, പറയുന്ന ആൾ വിചാരിക്കും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് എഴുതി താൻ പറഞ്ഞോ, ഞാൻ നോക്കും. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധ. അതെ അതെ. നമ്മൾ ഒരു നിലയ്ക്ക് കണ്ണും വീഴ്ച വായും പൊളിച്ചിരിക്കുക. നമ്മൾ കുറച്ച് എത്ര നേരം ഇരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയാം. നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ ഓവർ ഹിയർ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ഈസി. അതെ അല്ലേ? അതെ അതെ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു. എനിക്കോ വയ്യ. ഈ ബാലയ്യ മലയാളികൾക്ക് പറയും പ്രിയപ്പെട്ട ഒരാളല്ലേ. ബാലയ്യമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ എന്താണ്? ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും ബാലയ്യ സാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഷോട്ട് കഴിഞ്ഞാലും അവിടെ ഒരു ഷെയറിലിട്ട് ഒരു സ്പീക്കറും ഉണ്ടാവും, പുള്ളിയുടെ ഒരു മൊബൈലുണ്ടാവും, അല്ലെങ്കിൽ ടാബ് ഉണ്ടാവും. അതിൽ പുള്ളിയുടെ അച്ഛൻ്റെ കാലത്തെ പടങ്ങൾ അതിങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചിരും. NTR സീനോ NTR. എന്നിട്ട് പുള്ളിയുടെ ഡയലോഗിനനുസരിച്ച് ഒപ്പം ഇവിടെ ഇരുന്ന് ഡയലോഗ് പറയും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, നമ്മളത് കുറച്ച് തമാശാക്കിയിട്ടും ട്രോളായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിഷ്വൽ കണ്ടിട്ട് ഇദ്ദേഹം താഴെ നിന്നിട്ട് വാ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പുള്ളി ആ സമയത്ത് അങ്ങോട്ട് 70-80 അങ്ങോട്ട് ടൈം ട്രാവൽ മൂവികൾ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് ഈ ലോജിക്കൽ നിൽക്കുന്നത് ഇപ്പോഴും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലേ. പുള്ളിയുടെ അച്ഛൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അച്ഛൻ തന്നെ NTR അല്ല, സീനോ NTR. പുള്ളിയുടെ പടങ്ങൾ ഇങ്ങനെ പുള്ളിനെ പറ്റി പറയുക, പുള്ളിയുടെ പടങ്ങൾ ഇട്ട് തരിക, പുള്ളിയുടെ ഡയലോഗ്സ് പുള്ളി തന്നെ പറയുക. അതിൻ്റെയോടൊപ്പം നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പടങ്ങൾ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഡയലോഗ്സ് പറയില്ല, അതേപോലെ. പക്ഷെ അച്ഛൻ്റെ ആണ് പുള്ളിയുടെ. അതാണ് അതിലേറ്റവും അതിശയം എൻ്റെ ഡാഡിയും വരെ വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിയും പലയും തമ്മിൽ ഇവർക്ക് ഡാഡിക്കാണെങ്കിൽ തെലുങ്ക് അറിയില്ല, പലയ്ക്ക് മലയാളം അറിയില്ല, കുറച്ചൊക്കെ അറിയാം. ഇവർ തമ്മിൽ കുറേ നേരമായിരുന്നു സംസാരം. ഇപ്പോഴേക്കോ ഞാനന്ന് പല ലൊക്കേഷനിലും ഡാഡിയും വരുമ്പോൾ എന്നിട്ട് ഡാഡിയും വരണം. 43 വയസ്സായില്ല എനിക്ക്. ഇപ്പോഴും ഡാഡിയും മമ്മിയൊക്കെ ലൊക്കേഷനിൽ സ്കൂളിൽ കൊണ്ടാക്കണ പോലെ കൊണ്ടുപോയിരുത്തി ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷെ ഇപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ അതാണ് ഭയങ്കര ഒരിക്കലും തീരാത്തൊരു വിഷമമായി പോയത്. പലപ്പോഴും ഷൈന നമ്മൾ ഈ ഹീറോയിൻസ് അല്ലെങ്കിൽ നടിമാരുടെ കൂടെയാണ് പലപ്പോഴും പേരൻസ് ആരെങ്കിലും ഒക്കെ വരിക അല്ലേ. നമ്മൾ ഈ ആണുങ്ങളായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അങ്ങനെ വീട്ടിൽ നിന്ന് ആരും വരണം. പക്ഷെ എനിക്കൊക്കെ ഒരിക്കലും എൻ്റെ ഫാദർ എനിക്കും നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 2-3 വർഷമാവുന്നു. ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ കണ്ട് ഇപ്പം മമ്മൂക്ക അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോകുന്നതാണ് നമ്മുടെ ഗുരുതകേട് കൊണ്ട്. പിന്നെ ഡാഡിയാണ് ഡേറ്റ്സ് നോക്കിയിരുന്നത്. അതെ 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 അതെ. കാരണം പക്ഷെ ഷൈൻ്റെ ഡാഡി നമ്മുടെ എല്ലാവരും ഡാഡിയായിരുന്നു. എല്ലാവരും ഡാഡിന്ന് വിളിക്കുക. അതാണ്, എല്ലാവരും ഡാഡി വിളിക്കും. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ചുറ്റി കറങ്ങിയിട്ട് വരാൻ ലേറ്റ് ആയാലും എല്ലാവരും ഡാഡിയും മമ്മിയും എല്ലാവരും വിളിക്കും. അതെ അതെ. എന്നെ മാത്രം വിളിക്കില്ല, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഡാഡി ഇല്ലാത്തൊരു ക്രിസ്മസ് വരിക അല്ലേ? അങ്ങനല്ല, ഡാഡി ഇല്ലാത്ത ഓരോ ദിവസവും എല്ലായിടത്തും ഡാഡിനെ മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം മമ്മിക്കാ ഡാഡീനെ. അത് കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി അപ്പം വിളിക്കും, എടാ ഇവിടെ എത്തി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അനിയനെയും വിളിക്കും. അപ്പം നമ്മൾ കുറച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അകത്തിരുന്ന് അങ്ങനെ അതും അകത്തിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ്. അതെ. അമ്മയ്ക്കാണെങ്കിൽ പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല, സ്റ്റിക്കിലാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല. അടങ്ങിയിരിക്കുന്ന ഒരു ഷൈനെ എനിക്ക് തോന്നുന്നു ഈ വിഷ്വലിലായിരിക്കും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കാണാൻ തോന്നുന്നു പ്രേക്ഷകര്. പണ്ട് ചെറുപ്പത്തിലെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റൂളില്ലേ, 4 കാലുള്ള സ്റ്റൂൾ, അത് മറച്ചിട്ടിട്ട് എന്നെ എൻ്റെ ഉള്ളിൽ ഇരുത്തും 1-1.5 വയസ്സുള്ളപ്പോൾ. അപ്പൊ പിന്നെ
ഇറങ്ങി പോവില്ലല്ലോ. അതെ, ഈ കോട്ടിലൊക്കെ നിൽക്കണ പോലെ അതായിരിക്കും. പിന്നെ ഞാൻ കോട്ടിൽ പോയി നിന്ന്. ദൈവമേ, എവിടുന്ന് എവിടേക്കാണ് എത്തിക്കുന്നതാണ്. ജീവിതത്തിൽ സിനിമാ നടനാകണം എന്ന് ഏറ്റവും ചെറുപ്പത്തിൽ കൃത്യമായി തീരുമാനിച്ച ഒരാളായിട്ടാണ് ഷൈൻ ഇൻഡ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അല്ലേ? വേറെ ഒന്നും ഞാൻ എന്നെ അത്ര അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടില്ല ചെറുപ്പത്തിൽ. അതെ അതെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, സഹസംവിധാനാകുക, അതിനു വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ കലോത്സവങ്ങളിൽ പങ്കെടുത്തു. കാരണം അന്ന് കലോത്സവ വേദികളിൽ നിന്നാണ് സിനിമയിലേക്ക്. കാരണം വിനീത്, മോനിഷ, മഞ്ജു വാര്യർ, അങ്ങനെ വേണ്ട എല്ലാവരും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് സിനിമയിലേക്ക്. അതെ അതെ അതെ. എന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരം ഇത് വേറൊരു വഴിയില്ല. ഇന്നത്തെ പോലെ സിനിമ ഫ്രണ്ട്ലി അല്ല, ഫ്രണ്ട്ലി അല്ല. സിനിമയിലേക്ക് എങ്ങനെ എത്തും? നമുക്ക് ആകെ സിനിമയായിട്ടുള്ള ബന്ധം തിയേറ്റർ അടുത്തുള്ളതാ. അതെ അല്ലേ? അതെ അതെ. ആ തിയേറ്ററിൽ പോയിട്ടാണെങ്കിൽ ടിക്കറ്റോടെ സിനിമ കാണാനേ പറ്റുള്ളൂ. അതിന്റെ സ്ക്രീനിന്റെ ബാക്കിലേക്ക് പോലും പറഞ്ഞേക്കില്ല. പിന്നെ ആരെടുത്ത സിനിമയുള്ള ബന്ധം അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടില്ല. അതെ. അവിടുത്തെ ആൾക്കാർ സിനിമ തിയേറ്ററിൽ നിൽക്കുന്ന ഓരോരുത്തരും നമ്മളെ സംബന്ധിച്ച് വലിയ സിനിമക്കാരാണ്. അതെ. അപ്പൊ കലോത്സവം നമ്മുടെ സ്കൂളിൽ കളിച്ചാൽ പോരാ, സബ് ജില്ലയിൽ കളിച്ചാൽ പോരാ, ജില്ലയിൽ കളിച്ച പോലെ സംസ്ഥാനത്തെത്തണം. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയാണ്. അത് ഞാനൊക്കെ മലപ്പുറത്താണ്. മലപ്പുറം സബ് ജില്ലയിൽ തന്നെ ഉണ്ടാവും സംസ്ഥാനത്തിനേക്കാളും കൂടുതൽ ആൾക്കാര്. എല്ലാം പെർഫോമൻസാ. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ മൊണാക്ട് കളിക്കുന്ന ആളെന്ന്. സബ് ജില്ലയിൽ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത പ്രാവശ്യം. അങ്ങനെ കലോത്സവങ്ങൾ തുടങ്ങി. അങ്ങനെയാണോ സത്യത്തിൽ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കുന്നത്? അതൊക്കെ പഠിക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കലാതിലക അല്ലെങ്കിൽ കലാപ്രതിഭകളെയാണ് അന്ന് എടുത്തിരുന്നത്, സിനിമയിലേക്ക് എടുത്തിരുന്നത്. ഈ കലാപ്രതിഭയാണെങ്കിൽ ഈ മൊണാക്ട്, പ്രച്ഛന്ന വേഷം, പിന്നെ നൃത്തരൂപങ്ങൾ, അങ്ങനെ പല പല സാധനങ്ങളിൽ നിന്ന് സമ്മാനം കിട്ടണം. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം വിഭാഗത്തിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരാ. പിന്നെ ഡാൻസ് എന്തുകൊണ്ടോ 4ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും സമ്മതം മൂളിയത്. ഞാൻ 4ാം ക്ലാസ് മുതൽ അവിടെ ഒരു ഡാൻസ് മാഷ് വരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത്. അത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുന്നു. അത്രയധികം ഫീസൊന്നുമില്ല. എന്തുകൊണ്ടോ വീട്ടുകാർ പറഞ്ഞു ഡാൻസ് പഠിക്കാൻ പോകണോ? പഠിക്കാൻ പോകണം. എന്തൊക്കെയോ ഇതൊക്കെ കൊണ്ട് വീട്ടുകാരപ്പം നമ്മളെ ഡാഡിയാണെങ്കിലും മമ്മിയാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നാലെ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നേ അവര് കണ്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അവർ മാതാപിതാക്കൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇവനെ കൊണ്ട് വലിയ ഗണിത ശാസ്ത്രജ്ഞനൊന്നും ആവാൻ പറ്റില്ല, ഇവനെ കൊണ്ട് ഈ വക പരിപാടികളായിരിക്കും പറ്റുക എന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഗണിത ശാസ്ത്രജ്ഞനാവാൻ പറ്റുള്ളൂ. ഈ കണ്ടെത്തലുകളാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളാണ് ഓരോ വ്യക്തിയും 10-12ാം ക്ലാസ്സിനുള്ളിൽ സ്വയമേ കണ്ടെത്തണം, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയോ അല്ലെങ്കിൽ അധ്യാപകരിലൂടെയോ കണ്ടെത്തണം. തീർച്ചയായിട്ടും ആ യാത്ര ചെയ്യാൻ ഒരു പക്ഷേ പറ്റിയവരൊക്കെ ജീവിതത്തിൽ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും പറ്റണമെന്നില്ല. എല്ലാ കുട്ടികൾക്കും അതിനുള്ള നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. അത്ര ഭാഗ്യം എന്നല്ല, അതിനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനെ ഉള്ള പിള്ളേര് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ദുബായിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ മലപ്പുറം സൈഡായതുകൊണ്ടും ദുബായിലേക്ക് പോവുക, അവർക്ക് വേറെ ഒന്നും ഇല്ല. പിന്നെ ദുബായിലേക്ക് പോയേ പറ്റൂ. ഈ നമ്മുടെ നാട്ടിലെ സിനിമയുടെ ബന്ധം പറഞ്ഞപ്പോഴേ, നമ്മൾക്കൊക്കെ പരിചയമുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സിനിമാ നടനുമായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും ആ വീട്ടിലെ ഒരാളുടെ. അങ്ങനെയുള്ള വീട് പോലും നമുക്ക് ഭയങ്കര സംഭവമായ എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരാളുടെ അടുത്ത് ആ വീട്ടിലിങ്ങനെ വലിയൊരു ഫോട്ടോ, ഒരു ജഗദീഷ് ശ്രീകുമാറും അദ്ദേഹം കൂടി ഒരു ഫോട്ടോ. ഇപ്പം നമ്മൾ ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് തന്നെ സിനിമയുടെ ഒരു ഇഷ്ടത്തിനപ്പുറത്തേക്ക് ആ വീട് ഉൾപ്പെടെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാകാം. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തായിരുന്നു കമൽ സാറിന് താമസിച്ചിരുന്നത്. അതായത് ഞാൻ LKG പൊന്നാനി താമസിക്കുമ്പോഴേ കമൽ സാറിൻ്റെ വീട് തൊട്ടടുത്തുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാണ്. കമൽ സാറ് നടനല്ലാത്തത് കൊണ്ടും അത്ര ചെറുപ്പത്തിലേ നമുക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് ഡാഡിയുടെയും മമ്മിയുടെയും സംഭാഷണത്തിലൂടെയും കസിൻസിന്റെ സംഭാഷണത്തിലൂടെയും സിനിമാ സംവിധായകനായിരുന്നു എന്നും അപ്പോൾ എനിക്കൊരു കൊളുത്തപ്പ കിട്ടി. സിനിമയിൽ കയറാൻ ഒരു വഴിയുണ്ട്, ഒരു ഡോറുണ്ട് അവിടെ. പക്ഷെ അത് എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ എനിക്കുള്ളത് എൻ്റെ വല്യമ്മയുടെയും ചെറിയമ്മയുടെയും വീട് ഒറ്റപ്പാലത്തായിരുന്നു. ഒറ്റപ്പാലത്ത് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഷൂട്ടിങ്ങിന്റെ കഥകൾ പറയും. എന്താന്ന് വെച്ചാൽ അന്ന് ആ കാലഘട്ടത്തിലെ എല്ലാ ഷൂട്ടിങ്ങും എല്ലാ ഷൂട്ടിങ്ങും ഒറ്റപ്പാലത്താണ്. അപ്പൊ എനിക്ക് ഒറ്റപ്പാലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടാ. അവിടെ പോയി ഷൂട്ടിങ് കാണാം. ഇവര് വന്നിട്ട് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും അവരെ കണ്ടു എന്ന് പറയും. പക്ഷെ ഞാൻ പോകുന്ന സമയങ്ങളൊന്നും എനിക്കിത് കാണാൻ പറ്റുന്നില്ല. പിന്നെ അവിടെയുള്ളൊരു കൊളുത്ത് ലാൽ ജോസ് ആ നാട്ടുകാരനാണെന്നുള്ള. ഈ വല്യമ്മയും ചെറിയമ്മയും പഠിപ്പിച്ചിരുന്ന സ്കൂളിലാണ് ലാൽ ജോസിന്റെ അമ്മയും ലാൽ ജോസിന്റെ ഭാര്യയും ടീച്ചറായിട്ട് പഠിക്കും. അപ്പൊ എവിടേക്കോ ചുറ്റി കറങ്ങുന്നുണ്ട് സിനിമ പരിപാടി.
ഇനി 10ാം ക്ലാസ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. അന്ന് നാട് വിട്ട് മദ്രാസിക്ക് പോവല്ലേ. അതെ അതെ അതെ. അങ്ങനെ മദ്രാസിൽ പോയോ? ഇല്ലില്ല, ഞാൻ എറണാകുളത്തേക്കാ പോയത്. എറണാകുളത്ത് പോവാന്ന് പറയണ തന്നെ അന്ന് മമ്മി പറഞ്ഞു വെച്ചതാ. അതെന്താണോ ആ സമയത്ത് +2 പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് തോന്നി ഇത് പാസ്സാവില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കില്ല എൻ്റെ പഠനം. കമൽ സാറിനെ പോയി കണ്ടേക്കെന്ന് പറഞ്ഞു മമ്മി. പോയിട്ട് അഭിനയിക്കാനോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനോ എന്നല്ല പറഞ്ഞ, എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും തരാക്കി തരോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചോ, എന്തൊരു മൂമെന്റ് ആണത്. അത് അമ്മയാണ് പറയണേ, മമ്മിയാണ് പറയണേ, നീ പോയിട്ട് കമൽ സാറിനെ കാണും. എനിക്ക് അതൊരു ഭയങ്കര ബ്ലസ്ഡ് മൊമെന്റ് ആണ് കേട്ടോ അത്. അല്ല, അത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആ കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് ഈ വക കാര്യങ്ങളിലാണ്. നാടകം, ഓൺ ആക്ട്, അല്ലെങ്കിൽ അതിനു മുന്നേ ഞാൻ 7ാം ക്ലാസ്സിൽ സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെ സാറൊക്കെ കൊടുങ്ങല്ലൂരിലേക്ക് പോയി. പിന്നെ ഒരിക്കൽ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വീണ്ടും പൊന്നാനി നാട്ടിലേക്ക് വന്നപ്പോ ഞാൻ പോയി സാറിനെ വീട്ടിലേക്ക് വിളിച്ചു കൊടുത്തു. ഡാഡി കാലിലെ ആണി കുത്തിക്കെടുക്കുകയാണ്, നടക്കാൻ വയ്യ, സാറിനെ കാണണം എന്നുണ്ട്, സാറൊന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ട്. ഫുൾ നമ്പർ അല്ല, അങ്ങനെ തന്നെയായിരുന്നു. പോയിട്ട് ഹൈക്കോടതി എന്ന് പറഞ്ഞല്ലോ സാർ, ഞാൻ ചാക്കോച്ചേട്ടൻ്റെ മോൻ ഉണ്ട്, അങ്ങനെ വിളിച്ചു കൊടുത്തു. വീടിന്റെ അടുത്ത് വരുന്നു കട. അങ്ങനെ വന്ന് സാറ് തിരിച്ചു പോകുന്നതിന്റെ ഇടയില് അന്ന് അഴകരാവണമൊക്കെ റിലീസായ സമയം. അപ്പൊ കുട്ടികളുമായി കുറെ പടങ്ങൾ ചെയ്ത് സാറിന്റെ പടങ്ങളിൽ കാണാം. അപ്പൊ സാറിന്റെ പടത്തിലൂടെ തന്നെ ആയിരിക്കും കേറുക എന്നുള്ളത്. കുട്ടികളെ വെച്ചിട്ട് കുറെ പടം ചെയ്തിട്ടുണ്ടല്ലോ സാർ. അപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് വന്നു, ഓക്കെ ഇനിയിപ്പോ വീട്ടുകാർ സെറ്റാക്കി തരും അഭിനയിക്കാൻ. സാർ ചായം കുടിച്ച് വണ്ടി എടുത്ത് പോണവരാരും ഒന്നും മിണ്ടണില്ല. ഞാൻ പറഞ്ഞു മമ്മി പറ, നീ വേണമെങ്കിൽ നീ പറഞ്ഞോന്ന് പറഞ്ഞു. സാറ് വണ്ടി എടുത്ത് പോണതിന്റെ ഇടയില് സാർ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറ് കൊണ്ട് ചിരിച്ചിട്ട് വണ്ടി എടുത്ത് പോയി. അതെന്ത് ചിരിച്ചിട്ട് വണ്ടി എടുത്ത് പോയി? അല്ല, ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞ. അപ്പൊ തോന്നി സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വഴി കണ്ടെത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ദിലീപ് ഏട്ടൻ്റെ ചില പങ്ക്തികൾ അസിസ്റ്റന്റ് ഡയറക്ടറിലൂടെ നടൻ എന്ന് പറയുന്ന ചില പങ്ക്തികൾ വായിക്കാൻ ഇടയായത്. ആ സമയത്താണ് കമൽ സാറിന്റെ അസിസ്റ്റന്റായി ദിലീപ് ഏട്ടൻ കയറിയതും അങ്ങനെ നടനായതും. അപ്പൊ പറഞ്ഞു ഇതാണ് ഏക വഴി. കാരണം നടനാവാൻ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് ഇൻഡസ്ട്രിയിൽ കാണുന്നില്ല. കാരണം നടന് മാത്രമാണ് ഒരു അവസരമില്ലാത്തത് സിനിമയിൽ. വേറെ എന്താവാനും അവരുടെ അസിസ്റ്റൻ്റായി നിൽക്കാം. പക്ഷെ ആക്ടർ ആവാൻ ഇപ്പം മമ്മൂക്കയുടെ അസിസ്റ്റന്റ് ആക്ടറായിട്ട് നിന്ന് പഠിക്കാം, സിനിമയിൽ കയറാൻ പറ്റുമോ? ഇല്ല. ആക്ടറിന് മാത്രമാണ് ഒരു സ്ഥാനവും ഇല്ലാത്തതും ഒരു ബഹുമാനവും ഇല്ലാത്തതും. സത്യമാണ്. ചാൻസ് ചോദിച്ച് വരണവരെ പുല്ലുവല അല്ലേ, ആട്ടല് എന്ന ഈ ആക്ടറിനെ വെച്ചുകൊണ്ടാണ് അയാളുടെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി തിരിച്ച് ആണോ മാനവും കെട്ടു ചോദിച്ച് എങ്ങനെയാലും വീട്ടിൽ പറയാൻ പറ്റും. ഇപ്പൊ എന്താവണം എന്ന് ആഗ്രഹം ക്ലാസ്സിൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് നടനാവണം ആരെങ്കിലും പറയുമോ? നടനാവണം ആഗ്രഹമുള്ളവര് പറയാനേ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ സിനിമയിലേക്കാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ചോദിക്കുക, നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചാവും. അപ്പോൾ ആ കരുത് നമ്മൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവന് വേഗം തന്നെ മറ്റേ ക്രോണിക് ബാച്ചുള്ള പോലെ മമ്മൂക്കാട് മുകേഷ് ചേട്ടനും ഒരു മമ്മൂക്കാരുടെ അടുത്ത് കൊണ്ടാക്കിയില്ലേ, അതുപോലെ വേറെ എവിടേക്കും കയറ്റി വിട്ടാൽ കമ്പനിയിൽ വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ സിനിമയാണ് മലയാളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിനോദം. അതും മലയാള സിനിമയുടെ ഏറ്റവും നല്ല തിളങ്ങി നിൽക്കുന്ന സമയവുമായിരുന്നു ഞാൻ ജനിച്ച കാലഘട്ടം. 83-ലാണ് ജനിച്ചത്. അതായത് മലയാള സിനിമ എടുത്ത് തെളിഞ്ഞു വന്ന സമയം. അവിടെ 2 താരങ്ങൾ, 2 മമ്മൂക്കയും മോഹൻലാലും പോരാ. നമ്മൾ അവരെ പറ്റി മാത്രമേ എപ്പോഴും പറയാറുള്ളൂ. അതും പോരായിട്ട് എത്രയോ നടന്മാർ, ബാക്കിയുള്ള നടന്മാരൊന്നും നടന്മാരായിട്ടും അഭിനയിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഒടുവിലാണെങ്കിലും ശങ്കരാണെങ്കിലും തിലകനാണെങ്കിലും ഇവരൊന്നും ഭയങ്കരമായിട്ടും ഫേസ് കൊണ്ട് ചേഞ്ച് ചെയ്തൊന്നും അല്ല പല സിനിമയിലും വരുന്നത്. നമുക്ക് ഓക്കെയാണ് അവര്. ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതൊക്കെ അങ്ങോട്ട് ഒറ്റയടിക്ക് നടക്കണതാണ്. ഇപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു ഐഡിയ ആണ് എനിക്കുള്ളത്. ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോണതാണെന്ന് എൻ്റെ വരെ ഷോട്ടുകളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയ്യോ ഇതൊക്കെ ഷോട്ടുകളായിരുന്നു വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ കാണുമ്പോൾ എല്ലാം ഷോട്ടുകളായിട്ടാണ് കാണുന്നത്. കൂടുതൽ നമ്മൾ അറിഞ്ഞുപോയി. അന്ന് സേതുമാധവന്റെ അപ്പൻ ജീപ്പിൽ വന്ന് ഇറങ്ങി നിന്നിട്ട് അപ്പൊ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ എൻഡില് പടം നോട്ടീസ് ബോർഡിൽ അല്ലേ ഒട്ടിക്കുന്നത് വരെ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ
എടുക്കണതാന്നാ, ഞാൻ ദോശ ചുട്ട് എടുക്കണ പോലെ. ശരിക്കും അങ്ങനെ എന്തൊക്കെ വിചാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലേ സിനിമ അല്ലേ? ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് സ്ക്രീനിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നതാണോ. ഓഫ്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ബോധം സിനിമ കാണാൻ തുടങ്ങുമ്പോൾ ഒരു 3.5 വയസ്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇന്റർവെല്ലിന്റെ സമയത്ത് നമ്മളൊന്നും അങ്ങോട്ട് പോകാനും നോക്കും, അപ്പോൾ ആരും വിടൂല്ല അങ്ങോട്ട്. അപ്പോൾ ഉറപ്പിച്ച് പിന്നിൽ തന്നെ ഇവര്. പിന്നെ കാജലി ആണല്ലോ, മനസ്സിലാവും ഇങ്ങനെ കുറച്ച് എന്നാലും ഐഡിയ കിട്ടുന്നില്ല ഇതെന്താ പരിപാടിന്ന്. അപ്പം ഞാൻ സിനിമയിൽ ഒരിക്കലും ഡയറക്ടറിനെയോ എഡിറ്ററിനെയോ ക്യാമറമാനെയോ സ്ക്രിപ്റ്റ് റൈറ്ററിനെയോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒക്കെ ലാലേട്ടനും മമ്മൂക്കി ഉണ്ടാക്കി വെക്കുന്ന ഓരോ പരിപാടികളായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ സിനിമ കാണുമ്പോഴും കണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് വേറെ ആരും അറിയില്ല, വേറെ ആരും ആവാനുള്ള ആഗ്രഹവും ഉണ്ടാവുന്നില്ല. ശരിക്കും ഈ പാട്ട് പാടാൻ വരെ ഇവർക്ക് അറിയാമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു. ശ്രീകുമാർ പണ്ട് എന്നിട്ട് ഞങ്ങളുടെ അവിടെ സ്കൂളിൽ ഒരിക്കൽ ഗാനമേള അവതരിപ്പിക്കാൻ വന്നു. എന്നിട്ട് ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ പറയും, ഇതെന്ത് ഇങ്ങനെ പാടും, ലാലേട്ടൻ വന്ന് പാടട്ടെ. ഇത് ലാലേട്ടൻ പാടിയ പാട്ടുകളൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് ലാലേട്ടൻ പാടിയ പാട്ടുകളാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബിസ്ക്കറ്റ് കഴിക്കാം. ഇത് ക്രീം ഇല്ലാത്തൊരു ചെറിയ, ഞാൻ കഴിക്കില്ല. എന്നാൽ ഒരു ക്രീം ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കും. ഇത് എല്ലാം സത്യം പറയിപ്പിക്കുന്ന ബിസ്ക്കറ്റാണോ? സത്യത്തിലുണ്ടല്ലോ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഷൈൻ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ ഷൈൻ്റെ കയ്യിൽ ഇപ്പോഴും ഷൈൻ്റെ അസിസ്റ്റൻസ് ഈ ഷൂട്ടിനിടയിലെ ബാഗിനകത്തുനിന്ന് ഫോൺ പോലും അല്ല, എപ്പോഴും ഇങ്ങനെ അല്ല ബിസ്ക്കറ്റിൻ്റെ കവറാണ് കൊടുക്കുക. കാഡ്ബറീസും ചോക്ലേറ്റും കഴിക്കാൻ പറയുന്നത് നമ്മൾ കുറച്ച് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, അതുപോലെ ഇതാക്കുന്നു എല്ലാം ഓരോരോ. കാരണം ഇത് മാത്രമല്ലേ ആൾക്കാർ നമ്മളോട് ചോദിക്കുള്ളൂ, കഴിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു, ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, വേറെ ഒന്നും ചോദിക്കില്ലല്ലോ. വേറെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ജോകൂട്ടനെ ഇപ്പോൾ വഴക്ക് പറയാറുണ്ടോ? ജോകൂട്ടനെ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയാറുണ്ടോ? ജോകൂട്ടനാ? ഞാൻ എന്ത് കാര്യത്തിനാണ് ജോകൂട്ടനെ വഴക്ക് പറയാം? ജോകൂട്ടൻ്റെ എന്തെങ്കിലും വഴക്ക് എനിക്ക് കേട്ടാലേ എന്നാലും ചേട്ടനാണല്ലോ ചേട്ടൻ വഴക്ക് പറയാതിരിക്കും. ജോകൂട്ടൻ വഴക്ക് പറയാറുണ്ടോ? ആ പോണവരും നിൽക്കണവരും ഇരിക്കണവരൊക്കെ എന്നെ ഉപദേശിക്കില്ല അപ്പ പണി. ആണോ? അതുകൊണ്ട് എനിക്ക് ഇവരുടെയൊക്കെ താഴെയായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മളുടെ കൊച്ചുകുട്ടിയെ ആയിട്ട് ഇവർ നോക്കണത് അല്ലേ? രാത്രി ആകുമ്പോൾ പക്ഷെ എത്ര നോക്കിയാലും നമ്മൾ ചാടി പോകും. പിന്നെ ബാച്ചിലറും കൂടിയാണല്ലോ, ഡിവോഴ്സ്ഡ് ആയ ബാച്ചിലർ, ബ്രേക്കപ്പുകൾ കഴിഞ്ഞ ബാച്ചിലർ. അല്ല, ഇനിയും അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ജീവിതത്തിൽ പുതിയൊരാൾ വരാം. അറിയാലോ നിങ്ങളുടെ ആദ്യത്തെ പടത്തിലെ പാട്ടുകളൊക്കെ അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല ഏത് സമയത്താണ് എൻട്രി ഒരാളുടെ ലൈഫിലേക്ക് വരാം. നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ എല്ലാ ദിവസവും നമ്മൾ ആവാസനായിട്ടും അശ്ലീലനായിട്ടും തുടരുക. ഓരോ കാലത്തും ഓരോ സമയത്തും ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരു അതാണ് നമ്മൾ സിനിമയില്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ ഒക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ 3-4 നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ചാടി ഓടി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എന്റർടൈനിങ്. രാവിലെ മുതൽ ആൾക്കാർക്ക് സംസാരിക്കാനും ചിരിക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒരു അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ചാടി ഞാൻ തലമണ്ട പൊട്ടിച്ചാവൂലേ? ശരിക്കും ചാടിയ ഞാൻ തലമണ്ട പൊട്ടിച്ചാവൂലേ? ഉറപ്പായിട്ടും. അതായത് വെള്ളത്തിലേക്ക് നമ്മൾ എത്ര ഹൈറ്റ് നിന്ന് ചാടുന്നു അത്രയും താഴത്തേക്ക് പോകുമെന്നാണ് ഫിസിക്സ് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത അനുഭവം കൊണ്ട്. അപ്പൊ ഈ 10 അടി ഉയരമുള്ള 3-ാം നിലയുടെ മുകളിൽ നിന്ന് ഞാൻ വെറും 4 അടി ആളുള്ള പൂളിലേക്ക് ചാടിയാ എന്റെ തലമണ്ട പൊട്ടിച്ചാവൂലേ? ഉറപ്പായിട്ടും. അപ്പൊ ആരെങ്കിലും ചിന്തിച്ച 10 അടി താഴ്ചയുള്ള ഏതെങ്കിലും പൂളുണ്ടോ കേരളത്തില്? അതിന്റെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ അത്രയും താഴെ പോകണ്ടേ? അപ്പൊ അതങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ വിചാരം. പക്ഷെ ഒരാളും അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മുടെ ചിന്ത ആ എഴുത്തിൽ ലോക്ക്ഡൗൺ, ഭൂമി ഉരുണ്ടതാണ്, നമ്മുടെ ഗ്ലോബ് അല്ലേ? ഗ്ലോബ് വേൾഡ് മാപ്പ്, അതിൻ്റെ 2 അറ്റത്തുള്ള രാജ്യങ്ങൾ ഏതാ? അമേരിക്ക ഒരു സൈഡ്, അമേരിക്ക വെക്കാം ഒരു സൈഡ്, ചൈന ജപ്പാനാ. അപ്പോൾ അതിങ്ങനെ ഗ്ലോബ് പോലെ വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക ചൈനയോ നൈബേഴ്സ് ആയില്ലേ? പക്ഷേ അമേരിക്ക ചൈനയിലേക്കോ വിമാനമില്ല. അതും കൂടി ചോദിക്കാനായിരുന്നോ അന്ന് ഓടി കോക്ക്പിറ്റിൽ കയറി? അതിനും കൂടി ചോദിക്കാനായിരുന്നു. പിന്നെ കയറി കഴിക്കാൻ അവർ വാട്ട് യു വാണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കപ്പ് കാപ്പി കിട്ടുന്നു, ഗെറ്റ് ഔട്ട്. ഞാൻ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ വണ്ടിയാണല്ലോ, ഏത് എയർ ഇന്ത്യ, ദുബായിൽ നമ്മുടെ നാട്ടിലെ വണ്ടി കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ വണ്ടി, നമ്മുടെ നാടിൻ്റെ വണ്ടി എന്നുള്ളൊരു ഇതിൽ കയറിപ്പോയതാ. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കോക്ക്പിറ്റ് വരെ ഒന്നും കയറണ്ട. അവർ പറഞ്ഞോ അത് പറഞ്ഞെങ്കിൽ പെർമിഷൻ ചോദിക്കണം. ഞാൻ പറഞ്ഞു പുറത്താരും കണ്ടില്ല, അതാ കയറി ചോദിക്കാൻ വിചാരിച്ചു. അല്ല ശരിക്കും അത് ഒരു മൊമെന്റ് ഡിസിഷൻ ആയിരുന്നോ? ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ.
അല്ല മീൻസ് ആ മൊമെന്റിൽ എടുത്ത ഒരു തീരുമാനമാണോ അതോ ഒരു തീരുമാനമില്ല അത്. ആ അവിടെ വന്നു ലെഫ്റ്റിൽ തിരിഞ്ഞു? ഇറ്റ്സ് ബാത്റൂമിന്റെ ഡോറും കോക്കിന്റെ ഡോറും ഒക്കെ ഏകദേശം ഒരേപോലെ. അതെ. ഇതിലിപ്പോൾ ഏത് ബാത്റൂമിന്റെ ഡോർ കോക്കിന്റെ ഡോറും നമുക്കറിയില്ല. ഇത് തുറന്ന് ഞാൻ അകത്ത് കയറിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കപ്പ് കാപ്പി അയ്യോ. അതിനുശേഷം എപ്പോഴെങ്കിലും പിന്നെ ഇല്ലല്ല. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ബാത്റൂമിലേ പോകാറില്ല, ബാക്കിൽ ബാത്റൂമിൽ പോകും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മഹാറാണിയുടെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞ കേട്ടോ. മഹാറാണിയുടെ ഒരു റിയാക്ഷൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഷൈൻ വന്ന് എൻ്റെ അടുത്ത് ഈ രീതിയിലൊന്നും ചെയ്തതല്ല നന്നായിരിക്കില്ലേ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ ആണോ അപ്പം നമുക്ക് ഇപ്പം അങ്ങനെയാണ് ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് കൂടെ നിൽക്കുന്ന ഒരാളോട് ഇപ്പം നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വലിയ ആക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്നു. സാധാരണ ഞാൻ അങ്ങനെ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവുമല്ലോ. പിന്നെ ഈ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ 10 പേരുണ്ടെങ്കിൽ 10 പേര് നമ്മൾ പഠിപ്പിക്കില്ലേ? അതെ അതെ അതെ. ടേക്കിന് പറ്റും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അതെ. ഒന്നും നമുക്കിത് ഒരു പ്ലേയിന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എല്ലാം പഠിപ്പിക്കലായി. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ കണ്ടിട്ടുണ്ട് ആക്ടേഴ്സ് വീർപ്പ് കൂട്ടണത്. അതെ. അങ്ങനെ നല്ല അഭിനയിക്കാൻ കഴിവുള്ള ആളുകളും തെറ്റിപ്പിക്കണത് മനഃപൂർവ്വം. ആക്ടർ തെറ്റിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ആക്ടർ തെറ്റിച്ചിട്ട് സാറ് പറഞ്ഞു വെച്ചിട്ട് അവിടെ എന്നെ വിളിപ്പിച്ച് അഭിനയിപ്പിക്കണം. ഇത്ര ടെൻഷനോട് കൂടിയിട്ടാണ് ഒരു ആക്ടർ നിൽക്കുന്നത് അല്ലേ? അതാണ്. ഒരിക്കലെങ്കിലും അത് ഫീൽ ചെയ്ത ഒരാൾക്ക് അത് നമ്മൾ എപ്പോഴും അപ്പുറത്തൊരാളെ ആ രീതിയിൽ കാണും അല്ലേ? പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ മാക്സിമം അവരെ കണ്ണിലേക്കോ അടുത്തോ ഒന്നും അല്ലാതെ നമ്മുടെ സാമീപ്യം പോലും അറിയിക്കാതെ എങ്ങനെ ഷൂട്ട് ചെയ്യിക്കാന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് അവർ തെറ്റിക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കും. കാരണം അതൊക്കെ അവരെ എഫക്റ്റ് ചെയ്യും. അത് ഭയങ്കര നമുക്കറിയാം അത് ഭയങ്കര തെറ്റാണെന്നുള്ളത്. ഒരാളെ തെറ്റിപ്പിക്കുന്നത് ഞാൻ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ല, അയാളെ അവിടെ നിന്ന് തെറ്റിപ്പിക്കുന്നത് ഭയങ്കര. കാരണം ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഹീറോയായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ നമ്മളെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടു നിൽക്കുന്നത്. കൂടുതൽ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പോലെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ ടെൻഷനായി പോകും. അതാ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് കണ്ടുവിടും.